10-20 കൊല്ലം മുമ്പ്, കൃത്യമായിട്ട് പറഞ്ഞാൽ 2005 ഞാൻ ദീർഘമായൊരു യാത്ര ബ്രിട്ടനിലൂടെ നടത്തി. രസകരമായിരുന്നു ആ യാത്ര. തനിച്ചുള്ളൊരു യാത്ര. ബസ്സും ട്രെയിനും ഒക്കെ കയറി ഇറങ്ങി ദീർഘമായൊരു യാത്ര. ലണ്ടനിൽ നിന്ന് തുടങ്ങി അങ്ങ് വടക്കേറ്റം വരെ പോയി. ഇൻവേർണസ് എന്ന് പറയുന്നൊരു പട്ടണം വരെ പോയി. സ്കോട്ട്ലൻഡിലൂടെ ദീർഘമായ യാത്ര നടത്തി. ഞാൻ ലണ്ടനിലെ ഗാറ്റ്വിക് എയർപോർട്ടിലാണ് ചെന്നിറങ്ങുന്നത്. ഒരു ഉച്ച കഴിഞ്ഞ സമയത്ത് എയർപോർട്ടിൽ ചെന്നിറങ്ങി. അതൊരു രണ്ടാമത്തെ യാത്രയായിരുന്നു എൻ്റെ. ആദ്യത്തെ യാത്രയിൽ കുറേ തമാശകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായ കഥകൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഗാറ്റ്വിക് എയർപോർട്ടിൽ ചെന്നിറങ്ങിയിട്ട് പുറത്തേക്ക് ഇറങ്ങി. പുറത്തിറങ്ങുമ്പോൾ അതിഭയങ്കരമായ തണുപ്പാണ്. വിൻ്റർ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. നമ്മുടെ ജാക്കറ്റൊക്കെ തണുപ്പിനെ പ്രതിരോധിക്കാൻ അത്ര പോരാ. അവിടെ പുറത്തിറങ്ങി ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് സിറ്റി ബസ് കിട്ടുന്നൊരു സ്ഥലമുണ്ട്. ഞാൻ ബസ്സിൽ കയറി. ലണ്ടൻ നഗരത്തിലെ വിക്ടോറിയ കോച്ച് സ്റ്റേഷനിലേക്കാണ് ഈ ബസ് ചെന്നെത്തുക. ഞാൻ അവിടെ ഇറങ്ങി ലഗേജൊക്കെ എടുത്ത് പുറത്തിറങ്ങി. അപ്പോൾ ഇനി എനിക്ക് ഞാൻ താമസിക്കാൻ മുറി ബുക്ക് ചെയ്തിരിക്കുന്ന ഹോട്ടലിലേക്ക് പോകണം. ആ ഹോട്ടലിൻ്റെ പേര് ബ്രയാൻസ്റ്റൺ എന്നാണ്. ബ്രയാൻസ്റ്റൺ ഹോട്ടൽ, ഗ്രേറ്റ് കുംബർലാൻഡ്, മാർബിൾ ആർച്ച്, ലണ്ടൻ. ഇതാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന അഡ്രസ്സ്. അപ്പോൾ ഞാൻ ഒരു ടാക്സിക്കാരനെ സമീപിച്ചു. ലണ്ടൻ ടാക്സി എന്ന് പറയുന്നത് ഒരു വിചിത്ര രൂപത്തിലുള്ള കാറുകളാണ്. ഒരു ഉരുണ്ട ഷേപ്പുള്ള ഒരു പ്രത്യേക കാറുകൾ. പിൻഭാഗത്ത് 2 നിരകളിലായിട്ട് സീറ്റുകളാണ്. ആ 2 നിര സീറ്റുകളും ഫേസ് ടു ഫേസ് ആണ്, മുഖത്തോട് മുഖം തിരിഞ്ഞിരിക്കുക. അതിന് രണ്ടിൻ്റെയും കൂടെ നടുക്കുള്ളൊരു ഭാഗം നല്ല സ്പേഷ്യസാണ്. ലഗേജൊക്കെ വേണേൽ അവിടെ വെക്കാം, അല്ലെങ്കിൽ കാല് നീട്ടിയിരിക്കാൻ 2 പേർക്കും. അങ്ങനെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കാറ്. ഒരു വിചിത്ര രൂപമാണെങ്കിലും സുഖകരമാണ് അതിലെ യാത്ര. അതുകൂടി മാർബിൾ ആർച്ചിൻ്റെ സമീപത്തെത്തി. ഈ മാർബിൾ ആർച്ച് എന്ന് പേര് വരാൻ കാര്യം അവിടെ വലിയൊരു ആർച്ചുണ്ട്, ഒരു കവാടം, മാർബിൾ കൊണ്ട് പണിത ഒരു പുരാതനമായ നിർമ്മിതി. അതിൻ്റെ സമീപം എല്ലാം ഉദ്യാനങ്ങളൊക്കെയാണ്. അതിൻ്റെ നേരെ മുമ്പിൽ കൊണ്ടുപോയി വണ്ടി നിർത്തിയിട്ട് ഇറങ്ങിക്കോളാൻ പറഞ്ഞു. ഇറങ്ങി. അന്ന് 8 പൗണ്ടാണ് ടാക്സി കൂലി എൻ്റെ അടുത്ത് വാങ്ങി. അങ്ങേര് കാർ ഓടിച്ചു പോയി. അപ്പോൾ ഇത് ചിലവ് ചുരുങ്ങിയൊരു ഹോട്ടലാണ്. അതുകൊണ്ട് വലിയ പ്രശസ്തമൊന്നുമല്ല. തന്നെയല്ല വമ്പനൊരു കെട്ടിടമൊന്നും ആയിരിക്കില്ലെന്നും എനിക്കറിയാം. 2 വശത്തെയും കെട്ടിടങ്ങളിലേക്ക് നോക്കിയാണ് നടക്കുന്നത്. ആ സ്ട്രീറ്റിലൂടെ ഒരു നിര അങ്ങേറ്റം വരെ നടന്നിട്ടും കണ്ടില്ല. തൊട്ടടുത്ത സ്ട്രീറ്റിലൂടെ നടന്നു. 1-2 ആളുകളോട് ചോദിച്ചു. അവരൊന്നും ഈ ബ്രയാൻസ്റ്റൺ ഹോട്ടലിനെ കുറിച്ച് കേട്ടിട്ടേ ഇല്ല. ഒരു 1.5 മണിക്കൂർ നേരം ഞാൻ ഈ ഹോട്ടൽ അന്വേഷിച്ച് നടന്നു. അങ്ങനെ നടന്ന് ഒടുവിൽ ഒരു ചെറിയ ബോർഡ്, ബ്രയാൻസ്റ്റൺ ഹോട്ടൽ, കണ്ടുപിടിച്ചു. വളരെ അവശനായിട്ടാണ് ഞാൻ ഹോട്ടലിലേക്ക് കയറി ചെല്ലുന്നത്. ചെറിയൊരു റിസപ്ഷൻ ഏരിയ, അവിടെ ഒരു ജീവനക്കാരൻ. ചെക്ക് ഇൻ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞു. മുകളിലത്തെ നിലയിലെ മുറിയിലേക്ക് പൊക്കോളാൻ പറഞ്ഞു. ഞാൻ മുകളിലേക്ക് കയറി ചെന്ന് ചെറിയൊരു ലിഫ്റ്റ് കയറി അങ്ങ് പോകണം. മുകളിലെ മുറി ചെല്ലുമ്പോൾ ഒരു കുഞ്ഞു മുറി എന്ന് പറഞ്ഞാൽ ഒരു കട്ടിലിട്ട് പിന്നെ മറ്റേ സൈഡിൽ ഒരു ചെറിയൊരു അലമാരി, നമ്മുടെ തുണിയൊക്കെ വെക്കാനും അതിനോട് ചേർന്ന് നമ്മുടെ ലഗേജൊക്കെ കൊണ്ടു വെക്കാനുള്ളൊരു സ്ഥലം, പിന്നെ ഒരു ചെറിയൊരു മേശ, ഒരു കസേര. ഇത്രയും ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരാൾക്ക് കഷ്ടിച്ച് ഇതിനിടയ്ക്കുള്ള നടക്കാനുള്ള സ്പേസ് കൂടിയേ ഉള്ളൂ. പക്ഷേ നല്ല കട്ടിലൊക്കെയാണ്, നല്ല വൃത്തിയുള്ള മുറിയാണ്. നല്ല ചെറിയൊരു ടോയ്ലറ്റ് അനുബന്ധിച്ചുണ്ട്. എല്ലാം വൃത്തിയും ഭംഗിയുണ്ട്. ചെറിയ മുറികളാണെങ്കിലും യൂറോപ്പിലെ നഗരഹൃദയത്തിൽ ഇത്തരം ഹോട്ടലുകളിലൊക്കെ ക്വാളിറ്റിക്ക് വലിയ കുറവുണ്ടാവില്ല. നല്ല വൃത്തിയുണ്ടാവും. ഒന്നുകൂടെ പുറത്തേക്ക് ഇറങ്ങി അത്താഴമൊക്കെ കഴിച്ചു. വിൻ്ററാണ്, തണുപ്പ് കാലമാണ്, അസഹ്യമായ തണുപ്പാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അകത്ത് കയറി. കാരണം നാളെ രാവിലെ മുതൽ എനിക്ക് ലണ്ടൻ നഗരത്തിലൂടെ കുറച്ച് കാഴ്ചകളിലേക്ക് പോകണം. അതിനുശേഷം ലണ്ടന് പുറത്തുള്ള കുറേ കാഴ്ചകളിലേക്ക് പോകണം. അതിനുശേഷമാണ് എനിക്ക് വടക്കൻ ബ്രിട്ടനിലേക്ക് അല്ലെങ്കിൽ സ്കോട്ട്ലൻഡിലേക്കൊക്കെ യാത്ര ചെയ്യേണ്ടത്. ഞാൻ അന്ന് കിടന്നുറങ്ങി സുഖമായിട്ട്. പിറ്റേ ദിവസം രാവിലെ തന്നെ ഉണർന്നെഴുന്നേറ്റു. തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള വസ്ത്രമൊക്കെ ധരിച്ചു. 2-3 ലെയർ വസ്ത്രമൊക്കെ ഉണ്ട്. ഇന്ന് മഫ്ലറൊക്കെ മര്യാദയ്ക്ക് കഴുത്തിൽ കെട്ടി. നമ്മൾ തണുപ്പിലൂടെ യാത്ര ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ തണുപ്പുള്ള നാട്ടിൽ ചെല്ലുമ്പോൾ, നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ പിടിപെടാതിരിക്കാൻ നമ്മൾ ഏറ്റവും ഭംഗിയായിട്ട് കവർ ചെയ്യേണ്ടത് നമ്മുടെ കഴുത്താണ്. നല്ല ഊളൻ മഫ്ലർ കൊണ്ട് നന്നായിട്ട് ചുറ്റിയൊന്ന് കെട്ടിയിട്ടാൽ തന്നെ നമുക്ക് ചൂട് ആവശ്യത്തിന് കിട്ടും. ജലദോഷം, പെട്ടെന്നുള്ള കാലാവസ്ഥാ മാറ്റത്തിൻ്റെ പ്രശ്നങ്ങളൊന്നും അധികം ഉണ്ടാവില്ല. പിന്നെ ഒരു നല്ലൊരു തൊപ്പി, ഗ്ലൗസ് ഉണ്ട് കയ്യിൽ. ഇതൊക്കെ ആയിട്ട് ഇറങ്ങി നടന്നു. ബ്രേക്ക്ഫാസ്റ്റ് എവിടെന്നെങ്കിലും കഴിക്കാമെന്നുള്ള തീരുമാനത്തിലാണ്. ഈ ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നുമില്ല, റെസ്റ്റോറൻറ്റും ഇല്ല. അങ്ങനെ നടന്ന് മാർബിൾ ആർച്ചിൻ്റെ സമീപത്തേക്ക് എത്തുന്നു. അവിടെ ഒരു ടിക്കറ്റ് കൗണ്ടറുണ്ട്. ഈ ടിക്കറ്റ് കൗണ്ടർ എന്ന് പറയുന്നത് ബിഗ് ബസ് എന്ന് പറയുന്ന ഒരു ബസ്സുണ്ട്. മിക്കവാറും ലോകത്തിലെ എല്ലാ പ്രധാന പട്ടണങ്ങളിലും ഈ ബിഗ് ബസ് കമ്പനി സിറ്റി ടൂർ നടത്തുന്നുണ്ട്. അതൊരു ഡബിൾ ഡെക്കർ ബസ്സാണ്. ബ്രൗണും യെല്ലോയും ചേർന്ന ഒരു നിറമാണ് ഈ ബിഗ് ബസ്സിന്. അതിൽ ബിഗ് ബസ് എന്ന് വലുതായിട്ട് എഴുതിയിട്ടുണ്ടാവും. ഈ ബിഗ് ബസ്സിൻ്റെ ടിക്കറ്റ് എടുത്തപ്പോൾ എനിക്ക് 2 ബോണസ് ടിക്കറ്റ് കൂടെ കിട്ടി. ഒന്ന്, ടവർ ഓഫ് ലണ്ടൻ എന്നറിയപ്പെടുന്ന അവിടുത്തെ ഏറ്റവും പ്രശസ്തമായൊരു കോട്ടയുണ്ട്. ആ കോട്ടയ്ക്കകത്താണ് പണ്ട് ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടീഷുകാർ അടിച്ചെടുത്തുകൊണ്ട് പോയ കോഹിനൂർ രത്നം സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ പോയി കാണാം. അതുപോലെ അത് ചരിത്രമുള്ളൊരു സ്ഥലമാണ്.
മറ്റൊരു ടിക്കറ്റ് ഫ്രീ ആയിട്ട് കിട്ടിയിരിക്കുന്നത് ഈ തേംസ് നദിയിലൂടെ, ലണ്ടൻ്റെ ഹൃദയവാഹിനിയാണ് തേംസ് നദി, ആ തേംസ് നദിയിലൂടെ ഒരു ബോട്ട് ക്രൂസ് നടത്താനുള്ള ഫ്രീ ടിക്കറ്റും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ 2 ഫ്രീ ടിക്കറ്റും നമുക്ക് ഈ ബിഗ് ബസ്സിൻ്റെ ഒരു ഫുൾ ഡേ ടിക്കറ്റ് എടുത്തപ്പോൾ എനിക്ക് കിട്ടി. അതെന്തോ ഓഫറിൻ്റെ ഭാഗമായിട്ട് അന്ന് തന്നിരുന്നതാണ്. അപ്പോൾ അതുമായിട്ട് ഞാനിങ്ങനെ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ അവിടെ ഈ ബസ് പുറപ്പെടുന്ന അല്ലെങ്കിൽ ബസ് വന്ന് നിൽക്കുന്ന ഒരു സ്റ്റോപ്പുണ്ട്. ആ സ്റ്റോപ്പിൽ പോയി നിന്നോളാൻ ടിക്കറ്റ് തന്നയാൾ പറഞ്ഞു. കാത്തു നിൽപ്പായി. അപ്പോൾ അവിടെ കുറേ ടെലഫോൺ ബൂത്തുകളുണ്ട്. ഇപ്പം അത് കാണാനുണ്ടാവില്ല അവിടെയൊന്നും. ഞാൻ എൻ്റെ ആദ്യ യാത്ര നടത്തുമ്പോഴും പിന്നീട് 2005 യാത്ര നടത്തുമ്പോഴും ഒക്കെ ഈ ബസ് സ്റ്റോപ്പുകളിൽ ഇത്തരം ടെലഫോൺ ബൂത്തുകളുണ്ട്. പണ്ട് കേരളത്തിലുണ്ടായിരുന്ന തരം ടെലഫോൺ ബൂത്ത്, ഇതൊരു ചുവന്ന നിറമാണ്. ലണ്ടൻ ടെലഫോൺ ബൂത്ത് എന്ന് പറയുന്നത് അത് സുവനീറായിട്ട് വാങ്ങിച്ചുകൊണ്ട് പോയിരുന്ന ഒരു കാലത്ത് ആളുകൾ. ഈ ബൂത്തിനകത്ത് ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ഈ ബൂത്തിനകത്ത് മുഴുവൻ സുന്ദരിമാരാണ്, നഗ്നസുന്ദരിമാരുടെ നല്ല കളർഫുൾ വിസിറ്റിംഗ് കാർഡിൻ്റെ സൈസുള്ള ഫോട്ടോകൾ, ചിലത് സ്റ്റിക്കറുകൾ ഈ ബൂത്തിനകത്ത് മുഴുവൻ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടാകും. നിറയെ 100 കണക്കിന് സുന്ദരിമാർ. അതിൻ്റെ അടിയിൽ അവരുടെ ഫോൺ നമ്പരും ഉണ്ടാവും. ഇതെല്ലാം ഇവിടുത്തെ അഭിസാരികമാരാണ്. ഈ കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ നിൽക്കെ അടുത്ത ബസ് വന്നു. അതിൽ കയറി ടിക്കറ്റ് പരിശോധിക്കുന്നതൊക്കെ ഡ്രൈവറാണ്. മുമ്പിൽ കൂടെ നമ്മൾ കയറി ചെല്ലുന്നത്. അപ്പോൾ ഡ്രൈവറുടെ തന്നെ കൈ കൊടുക്കാം. ഡ്രൈവർ അപ്പോൾ തന്നെ ഈ ടിക്കറ്റ് വാങ്ങിച്ചിട്ട് ഒരു കമ്പ്യൂട്ടർ ജനറേറ്റഡ് ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് തരും. അതിലാദ്യം നമ്മൾ കയറിയ ആ സമയമാണ് അതിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടുന്ന് ഇനി 24 മണിക്കൂർ നേരമാണ് ഇതിന് വാലിഡിറ്റി. നമ്മളെപ്പോഴാണ് ബസ്സിൽ കയറുന്നത്, ആദ്യത്തെ ബസ്സിൽ കയറുന്നത് അന്നേരം മുതൽ 24 മണിക്കൂർ നേരമാണ്. അപ്പോൾ അതിനുള്ള ഒരു ടിക്കറ്റായി തരുന്നത്. ആ ടിക്കറ്റ് ഇനി സൂക്ഷിച്ചോണം, നഷ്ടപ്പെടുത്തരുതെന്നൊക്കെ പറഞ്ഞു. ഞാനത് ഭദ്രമായിട്ട് ജാക്കറ്റിൻ്റെ പോക്കറ്റിലൊക്കെ ഇട്ടു. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കയറിയിരിക്കണം. ഞാൻ ഈ കൂറ്റൻ ക്യാമറയായിട്ട് പുറകിലത്തെ സ്റ്റെയർ കേസ് വഴി മുകളിൽ കയറി. മുകളിലിരുന്ന് കഴിഞ്ഞാൽ ഒരു കുഴപ്പമേ ഉള്ളൂ, നല്ല തണുത്ത കാറ്റാണ്. അപ്പം മുഖത്തടിക്കും. കൈയും കാലും ഒക്കെ നമ്മൾ പ്രൊട്ടക്റ്റഡ് ആണ്, പക്ഷേ മുഖം പ്രൊട്ടക്റ്റഡ് അല്ല. അപ്പം ക്യാമറ വ്യൂ ഫൈൻഡറിൽ കൂടെയാണ് നോക്കുന്നത്. അന്നത്തെ ക്യാമറ ഇങ്ങനെ സ്ക്രീനിൽ നോക്കിയിട്ടല്ല ഷൂട്ട് ചെയ്യുന്നത്, വ്യൂ ഫൈൻഡറിൽ കൂടെ നോക്കിയിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യുക. ബസ് ഇങ്ങനെ ഓടുമ്പോൾ ഓരോ സ്ഥലങ്ങളും ഈ മാപ്പിലുണ്ട്, അത് നമുക്ക് കാണാം. ഓരോ സ്റ്റോപ്പും കഴിയുമ്പോൾ ഓരോ സ്റ്റോപ്പിന് നമ്പർ ഇട്ടിട്ടുണ്ട്. ആദ്യം പിക്കാഡ്ലി സർക്കസ്. അപ്പോൾ റോഡിങ്ങനെ വളഞ്ഞ് കടന്നു പോകുന്നു. അതിൻ്റെ സൈഡിലെ കെട്ടിടങ്ങളും ആ റോഡിൻ്റെ ഷേപ്പിലുള്ള വളവാണ്. ക്ലാസിക് മന്ദിരങ്ങളാണ്. അതിമനോഹരമായ കാഴ്ചയാണ്. അതിലൂടെ ഓടുന്നു. പിന്നെ ട്രഫാൽഗർ സ്ക്വയറിലേക്ക് എത്തുന്നു. ട്രഫാൽഗർ സ്ക്വയർ വളരെ ചരിത്രമുള്ളൊരു സ്ഥലമാണ്. അവിടെ വളരെ LED ഡിസ്പ്ലേകളും ഒക്കെ ആയിട്ട് അന്ന് തന്നെ ഒരു ടൈംസ് സ്ക്വയറിൻ്റെ ഒരു സ്വഭാവത്തിലൊക്കെ, പഴയ നഗരമാണ് എങ്കിൽ കൂടി ടൈംസ് സ്ക്വയറിൻ്റെ സ്വഭാവത്തിലൊക്കെ ആളുകൾ ഒത്തുകൂടുന്ന മനോഹരമായൊരു സ്ക്വയറാണ് ട്രഫാൽഗർ സ്ക്വയർ. അവിടെ 2 കൂറ്റൻ സിംഹങ്ങളുടെ പ്രതിമകൾ, അതിൻ്റെ നടുക്ക് ലോർഡ് നെൽസൻ്റെ വലിയൊരു പ്രതിമ, ശില്പചാരുതയുള്ള അതിഗംഭീരമായൊരു സ്ക്വയറാണ് ഈ ട്രഫാൽഗർ സ്ക്വയർ. അതിമനോഹരമാണ്. അവിടുന്ന് ബക്കിംഗ്ഹാം പാലസിലേക്ക് നമുക്ക് പോകാം. അവിടെ വണ്ടി കുറച്ച് നേരം നിർത്തി ഇറങ്ങേണ്ടവർക്ക് ഇറങ്ങാം. പക്ഷേ എനിക്ക് അവിടെ ഇപ്പോൾ ഇറങ്ങണ്ട, അടുത്ത ദിവസം ഞാൻ പിന്നെ അവിടെ വരുന്നുണ്ട്. വീണ്ടും യാത്രയായി. പിന്നെ വീണ്ടും ഓടി ബസ് തേംസ് നദിയുടെ തീരത്തേക്ക് എത്തുന്നു. തേംസ് നദിയുടെ കരയ്ക്കൂടെയാണ് കുറേ ദൂരം ഓടുന്നത്. അപ്പോഴൊക്കെ ഈ അനൗൺസ്മെൻറ്റ് വരുന്നുണ്ട്. തേംസ് നദി എന്ന് പറയുന്നത് ഒരു വലിയ സാംസ്കാരിക വാഹിനിയാണ്. ഈ തേംസിൻ്റെ ചരിത്രം, തേംസിൻ്റെ ഓരത്താണ് ലണ്ടൻ ഉയർന്നു വന്നത്. ആ കഥകളൊക്കെ മൈക്കിൽ കൂടെ ഒരു ഗൈഡ് അകത്തിരുന്ന് പറയുന്നുണ്ട്. താഴത്തെ നിലയിൽ അയാളിരിക്കുന്നത്. നമുക്ക് ഹെഡ്ഫോൺ വെച്ച് ഇതൊക്കെ കേൾക്കാം. കലങ്ങി ഒഴുകുകയാണ് തേംസ്. തേംസിൽ ഒരിക്കലും തെളിഞ്ഞ വെള്ളം ഉണ്ടാവാറില്ല, കലക്കവെള്ളമാണ് പലപ്പോഴും. ആ തീരത്തുകൂടെ നമ്മൾ കുറേ ദൂരം ഓടുന്നു. പിന്നെ നമ്മൾ പാർലമെൻറ്റിൻ്റെ അടുത്തേക്ക് എത്തുന്നു. ബ്രിട്ടീഷ് പാർലമെൻറ്റ്, അതിൻ്റെ ചിഹ്നം എന്ന് പറയുന്ന ആ ബിഗ് ബെൻ എന്ന് പറയുന്ന വലിയൊരു ഗോപുരമാണല്ലോ. ബിഗ് ബെന്ന് ബ്രിട്ടീഷ് പാർലമെൻറ്റ് മുമ്പിൽ കൂടെ ഓടുന്നു. പിന്നെ വെസ്റ്റ്മിനിസ്റ്റർ പ്രദേശത്തേക്ക് എത്തുന്നു. അവിടവും കടന്ന് വാട്ടർലൂവിലേക്ക് എത്തുന്നു. ഇടയ്ക്ക് നമ്മൾ ഈ തേംസ് നദിയെ ക്രോസ് ചെയ്യുന്നുണ്ട്, മറുകരയിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ പോകുമ്പോൾ പലയിടത്തും ലണ്ടൻ ഐ എന്ന് പറയുന്ന ആ കൂറ്റൻ ജയൻറ്റ് വീൽ, ഇങ്ങനെ കറങ്ങുന്ന ജയൻറ്റ് വീലുണ്ട്. അത് മില്ലേനിയം പ്രമാണിച്ച് സ്ഥാപിച്ചത്, 2000 ആണ്ടിൽ സ്ഥാപിച്ച ആ കൂറ്റൻ ജയൻറ്റ് വീൽ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കടന്ന് വീണ്ടും നമ്മൾ പോകുമ്പോൾ സെൻറ്റ് പോൾസ് കത്തീഡ്രൽ എന്ന് പറയുന്ന ഹ്യൂജ് ദേവാലയത്തിന് മുന്നിലേക്ക് എത്തുന്നു. ലണ്ടനിലെ ഏറ്റവും വലിയ പള്ളികളിലൊന്നാണ് സെൻറ്റ് പോൾസ് കത്തീഡ്രൽ. വലിയ ക്ലാസിക് മന്ദിരമാണ്, അതിഗംഭീരമാണ്. ആ പള്ളിയിലൊക്കെ ഞാൻ ആദ്യത്തെ എൻ്റെ യാത്രയിൽ പോയതായതുകൊണ്ട് ഇത്തവണ അവിടെ ഇറങ്ങണ്ടാൻ തീരുമാനിച്ചു. ഹ്യൂജ് പള്ളി. അതിൻ്റെ മുമ്പിൽ വണ്ടി നിർത്തിയിടും കുറച്ച് സമയം, ഇറങ്ങേണ്ടവർക്ക് ഇറങ്ങാൻ. കാരണം അവിടെ ആദ്യമായിട്ട് എത്തുന്ന ടൂറിസ്റ്റുകൾക്കൊക്കെ വലിയൊരു ആകർഷണമാണത്. അവിടുന്ന് പിന്നെ യാത്ര ചെയ്ത് നമ്മൾ വീണ്ടും ഒരു പാലത്തിലേക്ക് കയറുന്നു. ലണ്ടൻ ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു ചരിത്ര പാലം തേംസിന് കുറുകെയുള്ളതാണ്. എല്ലാം ക്ലാസിക് പാലങ്ങളാണ്. അത് പല യുദ്ധങ്ങളിൽ ഒത്തിരി തവണ തകർന്ന ഒരു പാലമാണ്, പലതവണ പുനർനിർമ്മിച്ച പാലം. ആ പാലത്തിലൂടെ പോകുമ്പം കുറച്ചകലെ നദിയിൽ തന്നെ മറ്റൊരു പാലം കാണാം. അതാണ് ലണ്ടൻ്റെ ചിഹ്നം എന്ന് വേണേൽ പറയാവുന്ന ടവർ ബ്രിഡ്ജ്. ഈ ടവർ ബ്രിഡ്ജും ലണ്ടൻ ബ്രിഡ്ജും തമ്മിൽ മാറിപ്പോകും ആളുകൾക്ക്. ഈ ടവർ ബ്രിഡ്ജാണ് ഉയർത്താവുന്ന പാലം. 2 അറ്റത്തും 2 ഗോപുരങ്ങളും നടുക്ക് ഉയർത്താവുന്ന ഒരു പ്ലാറ്റ്ഫോമുള്ള ആ വമ്പൻ പാലം. അത് ആളുകൾ പലപ്പോഴും, എനിക്കും ചിലപ്പോഴൊക്കെ തെറ്റ് പറ്റിയിട്ടുണ്ട്, ലണ്ടൻ ബ്രിഡ്ജ് എന്നതിനെ അറിയാതെ പറഞ്ഞു പോകും. അതിൻ്റെ പേര് ടവർ ബ്രിഡ്ജ് എന്നാണ്. അപ്പം അതിലൂടെ ഓടി നമ്മൾ വീണ്ടും
ടവർ ബ്രിഡ്ജിൻ്റെ സമീപത്തേക്ക് എത്തുകയാണ്. ഈ ടവർ ബ്രിഡ്ജ് ഒരു അത്ഭുത നിർമ്മിതിയാണ്. ചില ആളുകളൊക്കെ ഈ പടം കണ്ടിട്ട് ഈ പുനലൂരിലെ തൂക്കുപാലം പോലെ ഇരിക്കുന്നു എന്നൊക്കെ ചില കമൻറ്റുകളൊക്കെ ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പുനലൂരിലെ തൂക്കുപാലം മനോഹരമായ നിർമ്മിതിയാണ്, ഒരു ചരിത്ര നിർമ്മിതിയാണ്. പക്ഷേ ലണ്ടനിലെ ഈ ടവർ ബ്രിഡ്ജുമായിട്ട് യാതൊരു കമ്പാരിസണും ഇല്ല. ഈ ടവർ ബ്രിഡ്ജ് ഞാൻ പറഞ്ഞല്ലോ, വെള്ളത്തിനകത്ത് 2 ഐലൻഡുകൾ ഉണ്ടാക്കിയിരിക്കുകയാണ് നദിക്കകത്ത്. ആ ഐലൻഡിൽ 2 ടവറുകൾ പണിതിരിക്കുകയാണ്. ഈ 2 ടവറുകൾക്ക് ഏതാണ്ട് ഒരു 25 നില കെട്ടിടത്തിൻ്റെ ഉയരമുണ്ട്. 25 നില കെട്ടിടത്തിൻ്റെ ഉയരമുള്ള ഏതാണ്ട് 65 മീറ്റർ ഉയരമുള്ള 2 ഗോപുരങ്ങൾ. ഈ ഗോപുരങ്ങളുടെ മുകളിൽ കൂടെ ഒരു ബ്രിഡ്ജുണ്ട്. അതിൻ്റെ മുകളിൽ ലിഫ്റ്റിൽ നമുക്ക് അവിടെ കയറിയിട്ട് അതിനകത്ത് മുകളിൽ കൂടെ നടക്കാം. അതിമനോഹരമായൊരു അനുഭവമാണ്. അതുപോലെ തന്നെ ഈ 2 ടവറുകളുടെ നടുക്കുള്ള ഭാഗമുണ്ടല്ലോ, 2 പ്ലാറ്റ്ഫോമുകൾ എങ്ങനെ നിൽക്കുന്നത്, അത് ഈ നദിയിലൂടെ വലിയ ബോട്ടുകളും കപ്പലുകളും ഒക്കെ കടന്നു വരുമ്പം ഇത് തുറക്കും. 1886 ഈ ടവർ ബ്രിഡ്ജ് പണിയുന്നത്. ആ പാലം തുറക്കണമെങ്കിൽ അന്ന് കൂറ്റൻ എഞ്ചിൻ ഈ ടവർ ബ്രിഡ്ജിൻ്റെ ഈ 2 ടവറിൻ്റെ അടിയിൽ എഞ്ചിനുകളുണ്ട്. അത് ആവി എഞ്ചിനുകളാണ്. ഈ എഞ്ചിനുകൾ പ്രവർത്തിപ്പിച്ചാണ് ഇത് പൊക്കുന്നത്. ഇപ്പോൾ ആവി എഞ്ചിനല്ല, ഇലക്ട്രിക് മോട്ടറുകളാണ്. പക്ഷേ ഇപ്പോൾ അവിടെ നടക്കുന്ന പ്രധാന ടൂർ എന്താണെന്നറിയോ? ഒന്ന്, നമുക്ക് ഈ എൻജിൻ റൂം പോയി കാണാൻ പറ്റും. എൻജിൻ റൂമിനകത്തോടുള്ളൊരു ടൂറ്. അതിബൃഹത്തായ ഒരു കപ്പലിൻ്റെ എഞ്ചിനേക്കാൾ കൂറ്റൻ എഞ്ചിനുകൾ അതിനകത്ത് നമുക്ക് കാണാൻ പറ്റും. അതുകൂടാതെ ഈ ടവറിനകത്തെ ലിഫ്റ്റിൻ്റെ കൂടെ നമുക്ക് മുകളിലേക്ക് കയറാം. മുകളിൽ പോയി കഴിഞ്ഞാൽ ഈ 2 ടവറുകളെയും കണക്ട് ചെയ്തുകൊണ്ട് ആകാശത്തുകൂടെ വലിയൊരു പാലമുണ്ട്. ഈ പാലത്തിലൂടെ നമുക്ക് സഞ്ചരിക്കാം. ഏതാണ്ട് ഒരു 15 നില കെട്ടിടത്തേക്കാൾ ഉയരത്തിലാണ് ഈ മുകളിലത്തെ പാലം. അതിലൂടെയൊക്കെ ധാരാളം ടൂറിസ്റ്റുകൾ കയറി ഇറങ്ങുന്നുണ്ട്. ഈ ടവർ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ലണ്ടനിലെ ഒരു 2 മണിക്കൂർ നേരം കാണാനുള്ള ഒരു കാഴ്ച തന്നെയാണ്. ഈ പാലത്തിൻ്റെ വീതി എത്രയെന്നറിയോ? 60 അടി വീതിയാണ്. 1886 പണിയുമ്പോൾ 60 അടി വീതിയിലാണ് ഈ പാലം പണിതെന്ന് ഓർക്കണം. അതായത് ഏകദേശം 20 മീറ്റർ വീതിയിൽ എത്രയോ നിര വാഹനങ്ങൾക്ക് കടന്നു പോകുന്ന പോലെ. അപ്പോൾ ഈ ബ്രിഡ്ജിലൂടെ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്കെല്ലാം വഴി ബ്ലോക്കാവും. ബ്രിഡ്ജ് പൊക്കണമല്ലോ, തുറക്കണം. അടിയിൽ കപ്പലുകളോ ബോട്ടുകളോ കടന്നു പോകുന്ന സമയത്ത് ഇത് തുറക്കും. അത് ഈ പറഞ്ഞ 1886 തുടങ്ങിയ കാലം മുതൽ ഇന്നുവരെ അത് സംഭവിച്ചുകൊണ്ടിരിക്കുക. ദിവസം ഒരു 2-3 തവണ എങ്കിലും ഇത് തുറക്കും. 10, 70, 80 തവണ വരെ തുറന്ന സമയം ഉണ്ടായിട്ടുണ്ട് യുദ്ധകാലത്തൊക്കെ, 2ാം ലോക യുദ്ധകാലത്തൊക്കെ. എന്നാൽ ശരാശരി ഒരു 800 തവണ ഒരു വർഷം ഈ ഗേറ്റ് തുറക്കും, അല്ലെങ്കിൽ ഈ പാലം തുറക്കും, പൊങ്ങും. അപ്പോൾ അതിനടുത്തൂടെ ബോട്ടുകൾ പോകാം. ഇങ്ങനെ പാലം തുറക്കണമെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്യണം. ബോട്ട് കമ്പനിക്കാരും കപ്പൽ കമ്പനിക്കാരും ഒക്കെ നേരത്തെ ഇതിൻ്റെ ഓഫീസിൽ, ഈ ടവർ ബ്രിഡ്ജിന് ഓഫീസുണ്ട്, അവിടെ വിളിച്ച് പറഞ്ഞ് ഞങ്ങൾക്ക് നാളെ ഇത്ര മണിക്ക് ഞങ്ങൾക്ക് കടന്നു പോകണം, തുറന്നു തരണമെന്ന് പറയണം. അങ്ങനെ റിക്വസ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ മാത്രമാണ് തുറന്നു തരിക. 30 അടി കൂടുതൽ ഉയരമുള്ള ബോട്ടുകൾ അതിൻ്റെ അടി കൂടെ, ഈ തേംസ് നദി കൂടെ കടന്നു പോകണമെങ്കിൽ ഈ പാലം തുറന്നു കൊടുത്തേ പറ്റുള്ളൂ. ഒരു സാധാരണ ദിവസം ഒരു ശരാശരി 40,000 വാഹനങ്ങൾ അതിലൂടെ കടന്നു പോകുന്നുണ്ടെന്നാണ് കണക്ക്, ഈ പാലത്തെ കൂടെ. ഇടയ്ക്ക് നിന്നും പോകും. ഇതിനിടയ്ക്ക് രസകരമായ ഒത്തിരി സംഭവങ്ങളുണ്ടായിട്ടുണ്ട്, തമാശകളുണ്ടായിട്ടുണ്ട്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് 1940-കളിലും 50-കളിലൊക്കെയാണെന്ന് തോന്നുന്നു, ഈ പാലം, ഈ ബസ്സുകൾ കാറുകളൊക്കെ കടന്നു പോകുന്ന സമയത്ത് ഈ പാലം തുറക്കാൻ തുടങ്ങുന്ന സമയമാവും. ഒരു ബസ്സുകാരൻ അവൻ തിരക്കിട്ട് വരികയാണ്. അപ്പോഴത്തേക്കും പാലം പയ്യെ തുറന്നു തുടങ്ങി. ഇവൻ മടിച്ചില്ല, നിർത്തിയൊന്നുമില്ല. അവൻ അതിൻ്റെ മുകളിൽ കൂടെ ചാടിച്ച് പറത്തി വിട്ടപ്പുറ ചാടിയ ഒരു കഥയൊക്കെ ഉണ്ട്. അവന് പണിഷ്മെൻറ്റൊക്കെ കിട്ടിയെങ്കിലും അവൻ ചരിത്രത്തിൽ ഇടം നേടിയൊരു കക്ഷിയായി. വേറൊരു കക്ഷി 1950-കളിലോ 60-കളിലോ മറ്റോ ഒരു വിമാനം, ചെറിയ വിമാനം ഈ ടവർ ബ്രിഡ്ജിൻ്റെ 2 ടവറിന് ഇടയ്ക്കൂടെ പറത്തിക്കൊണ്ട് പോവുകയൊക്കെ ഉണ്ടായി. വീണ്ടും ബസ് ഓടി നമ്മൾ ലണ്ടൻ ടവർ, അല്ലെങ്കിൽ ടവർ ഓഫ് ലണ്ടൻ എന്ന് പറയുന്ന ആ ചരിത്ര നിർമ്മിതി വലിയൊരു കോട്ടയാണ്. അത് ബ്രിട്ടൻ്റെ ഭരണത്തിൻ്റെ സ്ഥിരാകേന്ദ്രമായിരുന്നൊരു കാലമുണ്ട്. ഇന്ന് അതിമനോഹരമായ പുൽമേട്, നല്ല ലോൺ വിരിച്ച ഒരു പുൽമേടിൻ്റെ നടുക്കുള്ളൊരു കോട്ടയാണ്. അവിടെ ബസ് പോയി നിന്നു. അവിടെ ഒത്തിരി പേര് ഇറങ്ങാനുണ്ട്. ഞാനും ഓടി ഇറങ്ങി. ഈ ടിക്കറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ടല്ലോ നേരത്തെ, ഈ ബസ് ടിക്കറ്റ് എടുത്ത കൂടെ തന്നെ ഞാൻ അകത്തേക്ക് ചെന്നു. അവിടെ ചെല്ലുമ്പോൾ വിചിത്ര വേഷമുള്ള പട്ടാള വേഷം ധരിച്ച, അതായത് നൂറ്റാണ്ടുകൾ മുമ്പത്തെ ഒരു പട്ടാള വേഷമൊക്കെ ധരിച്ച കുറച്ച് ആളുകൾ അവിടെ നിന്നിട്ട് ആളുകളുടെ കഥ പറയുന്നുണ്ട്. അവരുടെ പേര് യോമൻ വാർഡൻ എന്നാണ്. യോമൻ വാർഡൻ എന്ന് അറിയപ്പെടുന്നു ബീഫീറ്റേഴ്സ് എന്നും പറയും. ബീഫീറ്റേഴ്സ്, ഈ പോത്രച്ച് തിന്നുന്നവരെ, അത് അവർക്കങ്ങനെ ഒരു പേര് വന്നതാണ്. അവരായിരുന്നു നൂറ്റാണ്ടുകളായിട്ട് ഈ കോട്ടയുടെ പരിപാലനം നടത്തിയിരുന്നത്. പരിപാലനമല്ല, അവരുടെ ഗാർഡ്സ്. ഇന്ന് അവരിപ്പോൾ ടൂർ ഗൈഡുകളായിട്ടാണ് പ്രവർത്തിക്കുന്നത്. പണ്ട് ഈ കോട്ടയിലെ ഭടന്മാർ, കാവൽക്കാർ ഇവരായിരുന്നു. പല ഭാഗങ്ങളുണ്ട് ഈ കോട്ടയ്ക്ക്. അതുകൂടാതെ പല ഗേറ്റുകളുണ്ട്. അതിലൊരു ഗേറ്റ് നമ്മൾ കടക്കുമ്പോൾ ട്രേറ്റേഴ്സ് ഗേറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഒറ്റുകാരുടെ ഗേറ്റ്.
ഈ കോട്ടയ്ക്കകത്ത് നടക്കുന്ന രഹസ്യങ്ങൾ പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടി ഈ ഒത്തിരി ചാരന്മാരൊക്കെ പ്രവർത്തിച്ചിരുന്നുണ്ട്. ഈ ചാരന്മാരെ പിടികൂടി അപ്പം തന്നെ ശിക്ഷിക്കുക, ക്രൂരമായി കൊല്ലുക എന്നുള്ളതായിരുന്നു. പക്ഷേ അവിടുന്ന് പല ചാരന്മാരെയും പിടികൂടിയ ഒരു ഗേറ്റ് ആയതുകൊണ്ടും ആ ഗേറ്റിനോട് അനുബന്ധമായ ഭാഗത്തൂടെ ചാരന്മാർ നുഴഞ്ഞു കയറിയിരുന്നതുകൊണ്ടൊക്കെയാണ് ട്രൈറ്റേഴ്സ് ഗേറ്റ് എന്നതിന് പേര് വന്നത്. ട്രൈറ്റേഴ്സ് ഗേറ്റ് കടന്നകത്തേക്ക് ചെല്ലുന്നു. പിന്നെ ചെല്ലുന്നത് ബ്ലഡി ടവർ എന്ന് പറയുന്ന ഒരു ടവറിൻ്റെ സമീപത്തേക്കാണ്. ഈ ബ്ലഡി ടവർ എന്ന് പേര് വരാൻ തന്നെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ടവറിലും അതിൻ്റെ പരിസരത്തും മുന്നിലും ഒക്കെ വെച്ച് ആയിരക്കണക്കിന് ആൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ക്രൂരമായ കൊലപാതകങ്ങൾക്കിരയായിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, രാജഭരണത്തിൻ്റെ കാലമാണ്. 1000-1200 കൊല്ലം മുമ്പുള്ള സംഭവങ്ങളാണ്. 1500 വരെയുള്ളൊരു കാലത്ത്, ഇത് 1600 വരെയുള്ളൊരു കാലഘട്ടത്തിൽ ഈ ടവർ ഓഫ് ലണ്ടൻ വളരെ സജീവമായിരുന്നു. ഭരണത്തിൻ്റെ സുപ്രധാനമായൊരു കേന്ദ്രമായിരുന്നു. അപ്പോൾ അവിടെ ഈ ചാരന്മാർ അല്ലെങ്കിൽ രാജ്യദ്രോഹികളെന്ന് മുദ്ര കുത്തുന്നവർ, രാജാവിനെതിരെ പ്രവർത്തിക്കുന്നവർ, അതിൽ രാജകുടുംബാംഗങ്ങൾ വരെയുണ്ട്. അതുപോലെ തന്നെ പലതരത്തിലുള്ള തെറ്റുകൾ ചെയ്യുന്നവർ, പരസ്യമായിട്ട് തൂക്കിക്കൊല്ലുക, അതുപോലെ തന്നെ ക്രൂരമായ പീഡനങ്ങൾക്കിരയാക്കി കൊല്ലുക, അതിനൊക്കെയുള്ള ഒരു കെട്ടിടമായിരുന്നു ഈ ടവർ, ഈ ബ്ലഡി ടവർ എന്ന് പറയുന്നത്. ഈ ബ്ലഡി ടവറിനകത്ത് മനുഷ്യരെ ക്രൂരമായി കൊന്നിരുന്നതിൻ്റെ ടെക്നിക്കുകളും കാണിച്ചു തരുന്നുണ്ട്, അതിനുള്ള ഉപകരണങ്ങൾ കാണിക്കുന്നുണ്ട്. അതെങ്ങനെയായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ആളുകളെ വലിച്ചു നീട്ടി കൊല്ലുക, സ്ട്രെച്ച് ചെയ്ത് കൊല്ലുക, കാലേലും കയ്യേലും ബന്ധിച്ചിട്ട് അവരുടെ ശരീരം വലിച്ച് ഇഞ്ചിഞ്ചായിട്ട് വലിച്ച് നീട്ടി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മനുഷ്യൻ ചാവുമല്ലോ. ഇതേപോലെ തന്നെ നേരെ തിരിച്ച് ഷ്രിങ്ക് ചെയ്ത് മനുഷ്യനെ ഇങ്ങനെ കംപ്രസ് ചെയ്ത് കൊല്ലുന്ന ടെക്നിക്കുകൾ. അതുപോലെ തന്നെ ഈ കുറ്റം തെളിയിക്കാൻ വേണ്ടി കയ്യിൽ ഇരുമ്പിൻ്റെ വിലങ്ങുകൾ അണിയിച്ചിട്ട് ഈ കൈ കെട്ടിത്തൂക്കിയിടും. ദിവസങ്ങളോളം ഇങ്ങനെ ഉയരത്തിൽ നിന്ന് മനുഷ്യൻ്റെ തൂക്കിയിടും. അവൻ്റെ കൈയുടെ കുഴയൊക്കെ പൊട്ടി പറഞ്ഞ് വിട്ട് ഇവൻ അവസാനം സഹികെട്ട് സത്യം പറയുകയോ അല്ലെങ്കിൽ സത്യമെന്ന് അവർ വിശ്വസിക്കുന്ന ഒരു കാര്യം പറയുകയോ ചെയ്യുന്നിടം വരെ ആ ക്രൂരമായ പീഡനം അനുഭവിച്ചിട്ടുണ്ട്. വേറൊരു തരത്തിൽ മനുഷ്യനെ പീഡിപ്പിക്കുന്ന എങ്ങനെയെന്നറിയോ, വിശന്നു വലഞ്ഞ കുറേ ദിവസങ്ങളോളം തീറ്റ കൊടുക്കാത്ത എലികൾ, 100 കണക്കിന് എലികളുള്ള ഒരു കൂട്ടിനകത്തേക്ക് ആളെ കയറ്റിവിടും. എലികൾ മനുഷ്യനെ കരണ്ട് തിന്നും. അങ്ങനെ ദിവസങ്ങൾ കൊണ്ട് എലികൾ കരണ്ട് തിന്ന് ഈ മനുഷ്യൻ ചാവും. ഭീകരമായ മരണമല്ല, ഇതൊക്കെ സങ്കല്പിക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ ഈ ഗോസിപ്പ് പറയുന്ന സ്ത്രീകൾക്കുള്ള ശിക്ഷ നടത്തുന്നൊരു സ്ഥലവും കൂടെ ഉണ്ട് അവിടെ. അത് രസകരം. അതിൻ്റെ ഉപകരണം വെച്ചിട്ടുണ്ട്. അവരുടെ വായിൽ നമ്മുടെ തേങ്ങ ചിരണ്ടുന്ന ചിരവയുണ്ടല്ലോ, ഈ ചിരവ പോലത്തെ ഒരു സാധനം വായ്ക്കകത്ത് വെച്ചിട്ട് നാക്കെ കൂട്ടി വെച്ചിട്ട് പുറകോട്ട് ബന്ധിച്ച് അത് പൂട്ടിയിടും. ഇവരുടെ നാവ് പിന്നെ അനക്കാൻ പറ്റില്ല. നാവ് അനക്കിയാൽ അപ്പോൾ ഈ ചിരവയുടെ ഈ നാക്കിൽ കൊണ്ടിട്ട് മുറിയും. ദിവസങ്ങളോളം ഇത് കെട്ടിയിടും. ഭക്ഷണവും കഴിക്കാൻ പറ്റില്ല, മിണ്ടാനും പറ്റില്ല, പിന്നെ ജന്മത്ത് ഗോസിപ്പ് പറയുകയില്ല. ഇക്കാലത്ത് ചില സോഷ്യൽ മീഡിയക്കാർക്ക് ഈ ചിരവയുടെ ആവശ്യം വരുമെന്ന് എനിക്ക് ചിലപ്പോൾ സംശയം തോന്നിയിട്ടുണ്ട്. അതും കഴിഞ്ഞ് നമ്മൾ ചെല്ലുന്നത് ഈ വൈറ്റ് ടവർ എന്ന് പറയുന്ന ഭാഗത്തേക്ക്. ഈ വൈറ്റ് ടവറിലാണ് ശരിക്കും ഇന്ന് ഈ കോഹിനൂർ ഉൾപ്പെടെയുള്ള രത്നങ്ങളും അമൂല്യമായ പല വസ്തുക്കളും പഴയകാല ആയുധങ്ങളും എല്ലാം സൂക്ഷിച്ചിരിക്കുന്നത്. ഞാൻ അതിനകത്തേക്ക് കയറി ചെന്നു. അതിനകത്ത് ആയുധങ്ങളുടെ പ്രദേശത്തൊക്കെ ക്യാമറയായിട്ട് പോകാം. അവിടെ പല കാലഘട്ടത്തിലെ ആയുധങ്ങൾ, കുന്തങ്ങൾ, വാളുകൾ, പലതരം പരിചകൾ, പിന്നെ അതുപോലെ തന്നെ പടച്ചട്ടകൾ. ഈ പടച്ചട്ടകൾക്ക് മനുഷ്യർക്ക് മാത്രമുള്ളതല്ല, കുതിരകൾക്ക്, യുദ്ധത്തിന് പോകുമ്പോൾ കുതിരകൾക്കുള്ള പടച്ചട്ടകൾ. അതുപോലെ തന്നെ പല രാജാക്കന്മാരുടെയും വളരെ പ്രിയപ്പെട്ട കുതിരകൾ, അവരുടെയൊക്കെ ഡെമ്മി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിരവധി കുതിരകൾ, അവരുടെ ചരിത്രമൊക്കെ താഴെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ നടന്ന് ചിത്രീകരിച്ചു. കുറച്ച് സമയം വേണം അതൊക്കെ. അത് കഴിഞ്ഞ് പിന്നെ ഈ കോഹിനൂർ ഇരിക്കുന്ന ഹോളിലേക്ക് ഞാൻ ചെന്ന് കയറി. പക്ഷേ അതിനകത്ത് ക്യാമറ അനുവദിക്കില്ല. അവിടെ ഒരു കിരീടത്തേലാണ് ഈ കോഹിനൂർ രത്നം പതിച്ചു വെച്ചിരിക്കുന്നത്. നമുക്ക് ആ കിരീടത്തോടെ നമുക്കത് കാണാം. അത് വലിയൊരു സുരക്ഷാ സംവിധാനത്തിലാണ്, വലിയൊരു ചില്ല് പേടകത്തിനകത്താണ് ഇതിരിക്കുന്നത്. അതൊക്കെ കണ്ടു. പക്ഷേ അത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. തിരിച്ചിറങ്ങി ടവർ ഓഫ് ലണ്ടനിൽ നിന്ന് പുറത്തിറങ്ങി നടന്നു, ഈ നദീതീരത്തേക്ക് നടന്നു. അതിൻ്റെ സമീപത്ത് തന്നെയാണ് ഞാൻ നടന്ന ടവർ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പേ കണ്ട ആ ടവർ ബ്രിഡ്ജിൻ്റെ സമീപത്തേക്ക് തന്നെ നടന്നെത്തി. അതിൻ്റെ സമീപത്ത് തന്നെ ഒരു ബോട്ട് പിയറുണ്ട്. താഴേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാം. അവിടെ ഒരു ഫ്ലോട്ടിംഗ് പ്ലാറ്റ്ഫോമാണ്, ഫ്ലോട്ടിംഗ് ബോട്ട് പിയർ എന്ന് വേണേൽ പറയാം. നദിയിലെ വെള്ളം ഉയരുന്നതിന് താഴുന്നതിനനുസരിച്ച് ഈ പ്ലാറ്റ്ഫോം ഉയരുകയും താഴുകയും ചെയ്യും. ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഒരു ബോട്ട് അടുത്ത് വരുന്നുണ്ട്. ആ ബോട്ടിൻ്റെ തന്നെയാണ് എനിക്ക് ടിക്കറ്റ് കിട്ടിയിരിക്കുന്നത്. കുറേ ആളുകൾ ക്യൂ നിൽക്കുന്നുണ്ട്. ആ ക്യൂവിൻ്റെ പുറകെ ഞാനും പോയി നിന്നു. ബോട്ട് അടുത്തു. ആളുകൾ കുറേ പേര് അവിടെ ഇറങ്ങി. ഞാനും ടിക്കറ്റ് കാണിച്ച് ബോട്ടിനകത്ത് കയറി. ഈ ബോട്ടിനകത്തും ഒരു ഗൈഡുണ്ട്. അയാൾ ഒരു മുറിയിലിരുന്നിട്ടാണ്, ഈ തണുപ്പടിക്കണ്ടല്ലോ പുള്ളി ഒരു ചില്ലുകൂട്ടിനകത്തിരുന്നുകൊണ്ട് അനൗൺസ്മെൻറ്റൊക്കെ നടത്തുന്നുണ്ട്. ബോട്ട് ആ പിയറിൽ നിന്ന് യാത്ര ആരംഭിച്ചു. പിന്നെ തേംസ് നദിയിലൂടെ, ചരിത്രം ഉറങ്ങുന്ന നദിയിലൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്യുകയാണ്. രസകരമായ കാഴ്ചകളാണ്. ഇങ്ങനെ യാത്ര തുടങ്ങുമ്പോൾ ആദ്യം നമ്മൾ കാണുന്നത് HMS ബെൽഫാസ്റ്റ് എന്ന് പറയുന്നൊരു യുദ്ധക്കപ്പലാണ്. വമ്പനൊരു യുദ്ധക്കപ്പൽ. അത് ഇന്നൊരു മ്യൂസിയമാണ്. അതിനകത്ത് വേണേൽ കയറി കാണാം. അപ്പോൾ അതെനിക്കിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ കയറണ്ടെന്ന് തീരുമാനിച്ചു. പക്ഷേ ഈ ബോട്ടിലിരുന്ന് ബെൽഫാസ്റ്റിൻ്റെ ഷോട്ടുകളൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറച്ചുകൂടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ലണ്ടൻ ബ്രിഡ്ജ് എന്ന് പറയുന്ന ആ ചരിത്രം
പാലത്തിൻ്റെ അടിയിലൂടെ നമ്മൾ പിന്നെ കടന്നു പോകുന്നത്. വീണ്ടും ബോട്ട് മുന്നോട്ട് പോകുമ്പോൾ നദിയുടെ മറ്റേ കരയിൽ ഒരു വെളുത്ത കെട്ടിടം, ഒരു വിചിത്ര രൂപമുള്ളൊരു കെട്ടിടം. അപ്പോൾ അനൗൺസ്മെൻറ്റ് വന്നു, അതാണ് ഷേക്സ്പിയറുടെ ഗ്ലോബ് തിയേറ്റർ. ഗ്ലോബ് തിയേറ്റർ നമ്മൾ കേട്ടിട്ടുണ്ട്. 1600-കളിലൊക്കെ വളരെ പ്രശസ്തമായ നിലയിൽ ലോകത്തിൻ്റെ ശ്രദ്ധ ആകർഷിച്ചിരുന്ന ഒരു തിയേറ്ററാണ്. ഷേക്സ്പിയറിൻ്റെ നാടകങ്ങൾ നിരന്തരം അരങ്ങേറിക്കൊണ്ടിരുന്ന ഒരു തിയേറ്റർ. ഷേക്സ്പിയർ ആ തിയേറ്ററിലെ നാടക എഴുത്തുകാരനായിരുന്നു. ആ തിയേറ്ററിൻ്റെ ഉടമകളിലൊരാളായിരുന്നു. ആ നാടകങ്ങളിൽ ഷേക്സ്പിയർ അഭിനയിച്ചിരുന്നു. അങ്ങനെ ചരിത്രമുള്ള ഒരു തിയേറ്ററാണ് നമ്മൾ കടന്നു പോകുന്നത്. പക്ഷേ ആ തിയേറ്റർ ഒറിജിനലല്ല, ഷേക്സ്പിയറുടെ കാലത്തേതല്ല. അത് പിന്നീട് തീ പിടിച്ച് നശിച്ചു പോയിരുന്നു. കുറേ കാലം അത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടന്നു. പിന്നെ അത് പുനർനിർമ്മിച്ചു, വീണ്ടും അത് തകർന്നു. ഒടുവിൽ 1996 ഹോളിവുഡിലെ ഒരു പ്രശസ്തനായ സംവിധായകനും നടനമൊക്കെ ആയ ഒരു വ്യക്തിയാണ് കാശ് മുടക്കി അതിനെ വീണ്ടും പഴയ രൂപത്തിൽ തന്നെ പുനർനിർമ്മിച്ചത്. അതൊരു കാഴ്ച തന്നെയാണ്. അപ്പോൾ ഷേക്സ്പിയറിൻ്റെ ഓർമ്മകളിലൂടെ നമ്മളിങ്ങനെ തേംസ് നദിയിലൂടെ ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ വീണ്ടും വലതുവശത്ത് വലിയൊരു ഒബിലിസ്ക്, അതായത് ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത് ഒരു വലിയൊരു ശിലാഖണ്ഡം, ഒരു ശിലാതൂണിങ്ങനെ ഉയർന്നിരിക്കുന്നു. അത് ഈ ലണ്ടനുമായിട്ടൊരു ബന്ധമുള്ളതോ അല്ലെങ്കിൽ ബ്രിട്ടനുമായിട്ട് ബന്ധമുള്ളതോ അല്ല, നമുക്ക് ഒറ്റ തോട്ടത്തിൽ മനസ്സിലാവും. അതൊരു ഈജിപ്ഷ്യൻ ഒബിലിസ്ക്കാണ്, ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നതാണ്. 4000 കൊല്ലം മുമ്പ് ഈജിപ്തിൽ പണിതെടുത്ത ഒരു ഒബിലിസ്ക്. അത് പിന്നീട് റോമാക്കാർ അവിടെ കീഴടക്കി കഴിഞ്ഞപ്പോൾ ആ ഒബിലിസ്ക് അവിടെ നിന്ന് എടുത്തു കൊണ്ടുവന്ന് അലക്സാണ്ട്രിയയിൽ കൊണ്ടുവന്ന് സ്ഥാപിച്ചു. അതിനുശേഷം പിന്നീട് ഫ്രഞ്ചുകാർ ഈ ഈജിപ്തിനെ കീഴടക്കിയ കാലത്ത് ഫ്രഞ്ചുകാരുമായിട്ട് യുദ്ധം ചെയ്ത ബ്രിട്ടീഷുകാർ ഫ്രഞ്ചുകാരെ തോൽപ്പിച്ച് ഈ ഒബിലിസ്ക് ഏറ്റെടുത്ത് അവിടെ നിന്ന് കൊണ്ടുവന്ന് ഈ തേംസ് നദിയുടെ കരയെ കൊണ്ടുവന്ന് സ്ഥാപിച്ചതാണ്. ക്ലിയോപാട്രാസ് നീഡിൽ നിന്നാണ് ഈ ഒബിലിസ്ക് അറിയപ്പെടുന്നത്. അങ്ങനെ കുറേ കാഴ്ചകളിലൂടെ നമ്മൾ ഓടി വെസ്റ്റ്മിനിസ്റ്ററിൻ്റെ ഭാഗത്തേക്ക് ബോട്ടെത്തി. വെസ്റ്റ്മിനിസ്റ്ററിൻ്റെ ബോട്ട് പിയറിലേക്ക് ബോട്ട് അടുക്കുകയാണ്. ബോട്ട് അവിടെ അടുത്തു, ഞാൻ പുറത്തേക്ക് നടന്നു. അതിനടുത്ത് തന്നെയാണ് ബ്രിട്ടീഷ് പാർലമെൻറ്റ് മന്ദിരം. അതിഗംഭീരമായ നിർമ്മിതിയാണ്. അതിൻ്റെ ഒരു ഭാഗമാണ് ബിഗ് ബെൻ എന്ന് പറയുന്ന വലിയൊരു ഗോപുരം നീക്കുന്നത്. 900 വർഷത്തിൻ്റെ ചരിത്രമുള്ള പാർലമെൻറ്റാണത്. അത് പക്ഷേ 1834 തീ പിടിച്ച് കത്തി നശിച്ചു പോയിരുന്നു. പിന്നീട് വീണ്ടും അത് പുനർനിർമ്മിച്ച പുതിയ ശൈലിയിൽ പുനർനിർമ്മിച്ചതാണ് ഇന്ന് കാണുന്ന ആ പാർലമെൻറ്റ് മന്ദിരവും അതുപോലെ തന്നെ ബിഗ് ബെന്നും ഒക്കെ. എനിക്കിനി പോകേണ്ടത് ബേക്കർ സ്ട്രീറ്റിലേക്കാണ്. ബേക്കർ സ്ട്രീറ്റിലേക്ക് പോകണമെങ്കിൽ ഇവിടുന്ന് ബിഗ് ബസ് കിട്ടും. ഞാനൊരു ബസ് വന്നപ്പോൾ അതിൽ കയറി ആ ബസ്സിൽ യാത്ര ചെയ്തു. അങ്ങനെ ഓടി ബേക്കർ സ്ട്രീറ്റിൽ പോയി നിന്നു. ഈ ബേക്കർ സ്ട്രീറ്റിൽ ബസ് നിൽക്കുന്ന സ്ഥലത്തിനടുത്ത് തന്നെയാണ് എനിക്ക് കാണാൻ പോകേണ്ട സ്ഥലം. അപ്പോൾ അവിടെ മാഡം തുസാഡ്സ് വാക്സ് മ്യൂസിയം ഉണ്ട്. മാഡം തുസാഡ്സിൻ്റെ അതിഗംഭീരമായ വാക്സ് മ്യൂസിയം. ലോകപ്രശസ്തമായ പ്രധാന ലോക നഗരങ്ങളിലെല്ലാം മാഡം തുസാഡ്സിൻ്റെ വാക്സ് മ്യൂസിയം ഉണ്ട്. അവിടെ ജീവൻ തുളുമ്പുന്ന പ്രതിമകൾ ഉണ്ടാക്കി വെച്ചിരിക്കുക, മെഴുക് പ്രതിമകൾ. ഇത് മെഴുകാണെന്ന് മനസ്സിലാവില്ല നമുക്ക്, യഥാർത്ഥ മനുഷ്യൻ നിൽക്കുന്ന പോലെ. കാരണം ശരീരത്തിൻ്റെ ആ ചുളിവുകൾ, പാടുകൾ, രോമം ഇതെല്ലാം പെർഫെക്റ്റാണ്. താടിയും രോമവും മീശയും പുരികവും ഒക്കെ യഥാർത്ഥ മുടിയാണെന്ന് നമുക്ക് തോന്നുള്ളൂ. ഒരു മനുഷ്യൻ നിൽക്കുകയല്ലെന്ന് നമുക്ക് തോന്നുന്നില്ല. അത്ര പെർഫെക്ഷനോടുകൂടി ആദ്യമായിട്ട് മ്യൂസിയം വാക്സ് പ്രതിമകളുണ്ടാക്കിയ ആളാണ് മാഡം തുസാഡ്സ് എന്നറിയപ്പെടുന്ന മേരി തുസാഡ്സ്. അവരുടെ ആദ്യത്തെ മ്യൂസിയമാണിത്. 1800-കളുടെ അവസാനം ആരംഭിച്ച ഒരു മ്യൂസിയം. ടിക്കറ്റ് എടുത്തു, അകത്തേക്ക് കയറി. താഴത്തെ നില കാണുമ്പോൾ ഒരു ചെറിയ കെട്ടിടമാണ്. നമ്മളിനി ഒരു ലിഫ്റ്റിൽ കയറണം. ലിഫ്റ്റിൽ ഏറ്റവും മുകളിലത്തെ നിലയിലേക്ക് ആദ്യം പോവുക. മുകളിൽ നിന്ന് താഴേക്കാണ് കാഴ്ച കണ്ടിറങ്ങുക. അങ്ങനെ ലിഫ്റ്റിൽ കയറി മുകളിൽ ചെല്ലുന്നു. ലിഫ്റ്റിൻ്റെ വാതിൽ 2 സൈഡിലേക്കും തുറക്കുമ്പോൾ അവിടെ കുറേ ഫോട്ടോഗ്രാഫർമാർ നിരന്ന് നിൽക്കുകയാണ്. ഈ ഫോട്ടോഗ്രാഫർമാരെല്ലാം ലിഫ്റ്റ് തുറന്നു വരുന്ന നമ്മുടെ ഫോട്ടോ എടുക്കണം. നിരവധി ഫ്ലാഷുകൾ ഒരേ സമയം മിന്നുകയാണ്. നമുക്കൊരു ചെറിയ ചമ്മൽ, നമ്മുടെ കൂടെ വേറെ വല്ല സെലിബ്രിറ്റി ഉണ്ടോ അതോ നമ്മളെ തന്നെയാണോ? ഇറങ്ങിച്ചെല്ലുമ്പോൾ നമ്മുടെ ഫോട്ടോ എടുത്തിരിക്കുന്നത്. ഒരു 10-20 ഫോട്ടോഗ്രാഫർമാർ, റിപ്പോർട്ടർമാരെല്ലാം നിരന്ന് നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ ലിഫ്റ്റ് തുറന്നിറങ്ങി ചെല്ലുമ്പോൾ. അവർ പടപടപടാന്ന് നമ്മുടെ ഫോട്ടോ എടുക്കുന്നു. നമ്മളിറങ്ങി നടന്നു പോകുന്നു, ലിഫ്റ്റിൻ്റെ വാതിലടയുന്നു. ഈ ഫോട്ടോഗ്രാഫർമാരും മെഴുകു പ്രതിമകളാണ്. അവിടുന്ന് കയറി ചെല്ലുമ്പോൾ നിരവധി ചരിത്ര പുരുഷന്മാർ, ലോക ചരിത്രത്തിലെ നമുക്കറിയുന്ന കഥാപാത്രങ്ങൾ, രാഷ്ട്രത്തലവന്മാർ, അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ചെല്ലുന്ന ചലച്ചിത്രം, കായിക മേഖല, അങ്ങനെ വിവിധ മേഖലകളിലെ പ്രശസ്തരായ ആളുകൾ, ആർണോൾഡ് ഷ്വാർസ്നെഗർ, മൈക്കിൾ ജാക്സണ്, ചാർലി ചാപ്ലിന്, അതുപോലെ രാഷ്ട്രത്തലവന്മാരായ പുട്ടിന്. അപ്പോൾ നമുക്ക് ഇവരുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കാം. ഈ ഫോട്ടോ കാണുന്ന ഒരാൾക്ക് നമ്മൾ യഥാർത്ഥത്തിൽ ഈ മനുഷ്യൻ്റെ കൂടെ നിന്നാണ് നമുക്ക് തോന്നുള്ളൂ. ഒരു ഭാഗത്ത് ഒരു ബോളിവുഡിൻ്റെ ഒരു പ്രത്യേക ഭാഗം സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മുടെ അമിതാഭ് ബച്ചനുണ്ട്, ഷാരൂഖ് ഖാനുണ്ട്, നമ്മുടെ ഐശ്വര്യ റായി ഉണ്ട്. കൂടാതെ അവിടെ ഒരു സ്റ്റേജ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സ്റ്റേജിൽ ഹിന്ദി സിനിമാ പാട്ടുകൾ ഇങ്ങനെ അരങ്ങ് തകർക്കുകയാണ്. ഒരു ഇന്ത്യക്കാരിയാണെന്ന് തോന്നുന്നൊരു സുന്ദരി നൃത്തച്ചുവടുകൾ, നമ്മുടെ ഹിന്ദി സിനിമയിലെ നൃത്തച്ചുവടുകൾ നടത്തുന്നു. അപ്പോൾ അവരെ ഇടയ്ക്കിടയ്ക്ക് ക്ഷണിക്കും. ചെല്ലുന്ന സന്ദർശകർക്ക് ഇവരുടെ കൂടെ ഡാൻസ് കളിക്കാം. അവരും ഡാൻസ് കളിക്കുന്നു. ഇത് കഴിഞ്ഞ് തിരിച്ചിറങ്ങി വന്നു കഴിയുമ്പോഴത്തേക്കും അതിനോട് ചേർന്ന് തന്നെയാണ് ലണ്ടൻ പ്ലാനറ്റേറിയം. ഈ ലണ്ടൻ പ്ലാനറ്റേറിയത്തിൽ ഒരു രസകരമായ അനുഭവം ഉണ്ടായി. ഈ
ഈ അനുഭവം ഞാൻ നേരത്തെ ഡയറി കുറിപ്പിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്കിലും അന്നത് കേട്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി വീണ്ടും ഞാൻ പറയാം. വാക്സ് മ്യൂസിയത്തിൽ നിന്ന് ഞാൻ നേരെ പ്ലാനറ്റേറിയത്തിലേക്ക് കയറുന്നു. പ്ലാനറ്റേറിയം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ബഹിരാകാശ കാഴ്ചകൾ. വലിയൊരു വട്ടത്തിലുള്ള ഒരു വൃത്താകാരത്തിലുള്ളൊരു തിയേറ്ററാണ്. നമുക്ക് തലയ്ക്ക് മുകളിൽ ഒരു ഡോം പോലത്തെ സ്ക്രീനാണ്. ആ സ്ക്രീനിൽ നമ്മളൊരു ബഹിരാകാശ യാത്ര നടത്തുന്നത് പോലെ, അല്ലെങ്കിൽ നമുക്ക് ചുറ്റും സൗരയൂഥവും മറ്റ് ഗ്രഹങ്ങളും അതുപോലെ തന്നെ ബഹിരാകാശത്തെ അത്ഭുതങ്ങളെല്ലാം നമ്മൾ കാണുന്ന ഒരു ഫീലാണ് തരുന്നത് ഈ പ്ലാനറ്റേറിയത്തിലെ ഷോ എന്ന് പറയുന്നത്. കുറേ ആളുകളുണ്ട്, 100-300 ആളുകൾക്ക് ഇരിക്കാവുന്ന ഒരു വലിയൊരു സ്റ്റേഡിയമാണ്, വലിയൊരു തിയേറ്ററാണ്. ഞങ്ങളിരുന്നു. ഷോ തുടങ്ങേണ്ട സമയമാകുന്നു. അപ്പോൾ പയ്യെ ലൈറ്റൊക്കെ കെട്ടു. അപ്പോഴത്തേക്കും ഒരു മ്യൂസിക് അങ്ങനെ കയറി വരുന്നു. പിന്നെ ഒരു അനൗൺസ്മെൻറ്റ് വരുന്നു. പിന്നെ ബഹിരാകാശത്തേക്ക് നമ്മൾ യാത്ര ചെയ്യുന്നൊരു സൗണ്ട്, അതിന് നമുക്കറിയാമല്ലോ ബഹിരാകാശ യാത്രയ്ക്കൊക്കെ ഒരു പശ്ചാത്തല സംഗീതമായിട്ട് വരുന്നത്. ഇതൊക്കെ വരുന്നു. പക്ഷേ മുകളിൽ സ്ക്രീനിൽ ദൃശ്യങ്ങൾ മാത്രം വരുന്നില്ല. അപ്പോൾ ആളുകൾ കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി എന്തോ പന്തികളുണ്ടെന്ന്. ആളുകൾ കൂവാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഈ സൗണ്ട് ഓഫാക്കി. പെട്ടെന്ന് ലൈറ്റ് അകത്തേക്ക് തെളിഞ്ഞു. കുറച്ച് നേരത്തേക്ക് ആളുകളുടെ കൂവലൊക്കെ മാത്രം. അപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മൾ ഈ അച്ചടക്കം ഉണ്ടെന്ന് പറയുന്ന ഈ പാശ്ചാത്യ ലോകത്ത് വളരെ പൗരബോധമൊക്കെ പഠിപ്പിച്ച് വിടുന്നവരും ഇത്തരത്തിലൊരു പ്ലാനറ്റേറിയത്തിൽ വന്ന് ഷോ നടക്കുമ്പോൾ പരിപാടി ഇടയ്ക്ക് വെച്ച് നിർന്നു പോയാൽ കൂവും എന്ന് മനസ്സിലായി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ടെക്നീഷ്യൻ ഒരാൾ നടന്നു വരുന്ന കണ്ടു. ഈ നടക്കുള്ള കൺസോൾ റൂമിനകത്തേക്ക് കയറിപ്പോകുന്നു. അവിടെ ഇരുന്ന് അയാൾ എന്തൊക്കെയോ ചെയ്യുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ലൈറ്റ് ഓഫാകുന്നു. ലൈറ്റെല്ലാം ഡിമ്മായി. മുമ്പേ കേട്ട അതേ സംഗീതം വരുന്നു. ആ ബഹിരാകാശ യാത്രയുടെ ആ മ്യൂസിക് വരുന്നു. ആ എരമ്പൽ വരുന്നു. നമ്മൾ യാത്ര പുറപ്പെടുന്ന കാഴ്ചകളിലേക്ക് പോകുന്നു. പക്ഷേ അപ്പോഴും ദൃശ്യം വരുന്നില്ല. ഇത്തവണ ആ തിയേറ്റർ പൊളിക്കുന്ന മട്ടിലുള്ള കൂവലായിരുന്നു, അതിഗംഭീരമായ കൂവൽ. വീണ്ടും ലൈറ്റ് തെളിഞ്ഞ് അപ്പോൾ ഈ കൺസോളിനകത്തും ലൈറ്റ് തെളിഞ്ഞിട്ട് ഈ ടെക്നീഷ്യൻ, അയാൾ ഈ ഒറ്റ ഉടുപ്പാണ്, നമുക്കറിയാമല്ലോ ഈ ടെക്നീഷ്യന്മാർ ധരിക്കുന്ന ഒരു സിംഗിൾ യൂണിഫോം അതാ ധരിച്ചിരിക്കുന്നത്. അയാൾ അവിടെ ഒരു മൈക്കുള്ളത് എടുത്തിട്ട് പറഞ്ഞു തുടങ്ങി, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇവിടെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഒരു ചെറിയ ടെക്നിക്കൽ ഇഷ്യൂ ആണ്. അത് പരിഹരിക്കാനാണ് ഞാൻ ശ്രമിച്ചത്. ഞാൻ അവിടുത്തെ ടെക്നീഷ്യനാണ്. എനിക്കത് പരിഹരിക്കാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്. ഏതായാലും ഒരു 5-10 മിനിറ്റ് സമയം എനിക്ക് തരണം. ഈ ഷോ നിങ്ങളെല്ലാവരും ടിക്കറ്റ് എടുത്ത് കയറിയിരിക്കുന്നതാണ്. നിങ്ങൾ ഈ ഷോ കണ്ടിട്ടേ പോകൂ എന്ന് ഞാൻ ഉറപ്പ് പറയുകയാണ്. അതുവരെ ഞാൻ നിങ്ങൾക്കൊരു ജോലി തരികയാണ്. ഏതായാലും വെറുതെ കൂവിക്കൊണ്ടിരിക്കുകയാണല്ലോ. നമ്മളൊരു 10-300 ചില്ലുവാൻ ആളുകൾ ഇവിടെയുണ്ട്. ഇതിൽ ആരുടെയെങ്കിലുമൊക്കെ ഒരു പിറന്നാൾ ഇന്നാവാൻ സാധ്യതയുണ്ട്. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന ആ ഭാഗ്യവാൻ ആരാണ്? ഒന്ന് കാണട്ടെ. അപ്പോൾ എല്ലാവരും വട്ടത്തിൽ നോക്കും. അപ്പോൾ കൂവലൊക്കെ നിന്ന് അപ്പോഴത്തേക്കും ഒരു സ്ത്രീ ഒരു 4-5 വയസ്സുള്ള ഒരു കുഞ്ഞിനെ ഇങ്ങനെ പൊക്കി, ഓരോ 1ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പ്രായമായിട്ടുണ്ടാവണം, അവനെ ഇങ്ങനെ പൊക്കി പിടിച്ചു. അവനിങ്ങനെ ചെറിയ നാണത്തോടെ അങ്ങനെ നിൽക്കുക. അപ്പോഴത്തേക്ക് ആൾക്കാരെല്ലാം കൈയടിച്ചു. അപ്പോൾ ഈ ടെക്നീഷ്യൻ ആ കൺസോളിൽ ഇരുന്നിട്ട് ചോദിച്ചു, ഒരാളേ ഉള്ളൂ? അപ്പോൾ ആരുമില്ല, ഒരാളേ ഉള്ളൂ, ഒരു പയ്യനാ. അപ്പോൾ ഒരു കാര്യം ചെയ്തോളൂ, ഞാൻ തുടങ്ങിത്തരാം, നിങ്ങൾ പാടണം. ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന് പറഞ്ഞ ഇയാളങ്ങ് തുടങ്ങിക്കൊടുത്തു. അവിടെ ഇരുന്നവർ, ഈ കൂവിക്കൊണ്ടിരുന്നവരെല്ലാം പാട്ട് പാടാൻ തുടങ്ങി, കൈയടിച്ച് പാടി. ഇയാളുടെ ജോലിയിലേക്ക് മുഴുകി. ഒരു തവണ പാടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇയാൾ മൈക്കെടുത്തിട്ട് പറഞ്ഞു, വൺസ് മോർ. ഇങ്ങനെ 3-4 തവണ ഈ മനുഷ്യൻ വൺസ് മോർ പറഞ്ഞു. 4-5 തവണ പാടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇയാൾ പറഞ്ഞു, യെസ്, നമ്മൾ റെഡിയാണ്, ഷോ തുടങ്ങുകയാണ്. ലൈറ്റെല്ലാം അണഞ്ഞു. ആ മ്യൂസിക് വീണ്ടും വന്നു. ആ ബഹിരാകാശ യാത്രയുടെ ശബ്ദത്തോടൊപ്പം ബഹിരാകാശത്തിൻ്റെ ദൃശ്യങ്ങൾ തെളിഞ്ഞു വന്നു. നമ്മൾ ബഹിരാകാശത്തേക്ക് ഒരു യാത്ര പോകുന്ന ഫീലാണ്. സൗരയൂഥത്തെ പിന്നിട്ട്, താരാപഥങ്ങളെ പിന്നിട്ട്, ആ ബഹിരാകാശ ഗോളങ്ങളെ പിന്നിട്ട് നമ്മളിങ്ങനെ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് അനൗൺസ്മെൻറ്റ് വരുന്നുണ്ട്, ഓരോന്നിനെക്കുറിച്ചുള്ള വിവരണങ്ങൾ വരുന്നുണ്ട്. ഈ കാഴ്ചകളെല്ലാം കണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പതിഞ്ഞ ആ ദൃശ്യം ആ ടെക്നീഷ്യൻ്റെ മുഖമാണ്. ഒരു ടെക്നീഷ്യൻ കൂവി പരിഹസിക്കുന്ന 300-ലേറെ ആളുകളെ മൈക്കെടുത്ത് നിശബ്ദനാക്കിയൊരു മനുഷ്യൻ, അവരോട് പാട്ട് പാടാൻ നിർദ്ദേശിച്ചൊരു മനുഷ്യൻ, ആജ്ഞാശക്തിയോടെ അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുത്തൊരു മനുഷ്യൻ. ഒരു പ്രതിസന്ധി ഘട്ടത്തെ അയാൾ എങ്ങനെ മറികടന്നു? ഒരു ടെക്നീഷ്യൻ, ഒരു ഇലക്ട്രീഷ്യൻ സാധ്യമായത് എങ്ങനെയാണ്? നമ്മുടെ നാട്ടിലെ ഒരു ഇലക്ട്രീഷ്യനോ ഒരു ടെക്നീഷ്യനോ ഇങ്ങനെയൊരു പ്രതിസന്ധി ഘട്ടത്തെ അതിജീവിക്കാനുള്ള പരിശീലനം കിട്ടുന്നുണ്ടോ? ഒരു മനുഷ്യൻ ഏത് തൊഴിൽ ചെയ്യുമ്പോഴും ആത്മവിശ്വാസത്തോടെ സമൂഹത്തെ അഭിസംബോധന ചെയ്യാൻ, അവരെ സ്വന്തം നിർദ്ദേശത്തിനനുസരിച്ച് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന ഒരാജ്ഞാശക്തി ഒരു മനുഷ്യനുണ്ടാവുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമല്ലേ? അത് ആ നാട്ടിലെ വിദ്യാഭ്യാസം ആ ഇലക്ട്രീഷ്യന് കൊടുത്ത കഴിവായിരിക്കില്ലേ? ആ ചിന്തയിലായിരുന്നു ഞാൻ.
സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്. സഞ്ചാരം വോള്യം നമ്പർ 20. ഫുൾ HD-യിലുള്ള അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222.